ഇന്ന് പഴയ നിയമ പാഠമായി നാം ശ്രമിച്ച ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 ശമൂവേൽ 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളേണം എന്ന് പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട. അത്രമേൽ അപൂർണം. ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ പുതിയ പുസ്തകമാണ് അത്രമേൽ അപൂർണം. ഈ പുസ്തകത്തിനകത്ത് അരുൺ ശൂരിയുടെ ജീവിതത്തെ രേഖപ്പെടുത്തുന്ന ഒരു കുറിപ്പ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആരാണ് അരുൺ ശൂരി? പത്രാധിപ കസേരയിലിരുന്ന് കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ട അരുൺ ശൂരി മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി AR ആന്തുലയോടും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടും പടപൊരുതിയ അരുൺ ശൂരി, കർണാടക മുൻ മുഖ്യമന്ത്രി ഗുണ്ടുറാവുവിനെ രാജിവെപ്പിച്ച അരുൺ ശൂരി, ഉപപ്രധാനമന്ത്രി ദേവിലാലിനെയും സഞ്ജയ് ഗാന്ധിയെയും കമൽനാഥിനെയും ഒക്കെ വട്ടം ചുറ്റിച്ച അരുൺ ശൂരി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ നടന്ന സ്ത്രീ വിൽപ്പന പുറത്തു കൊണ്ടുവന്ന അരുൺ ശൂരി, അഴിമതിയിൽ മുങ്ങിയ ഭരണകൂടങ്ങളെയും ജുഡീഷ്യറിയെയും പൗരോഹിത്യത്തെയും വിറപ്പിച്ച അരുൺ ശൂരി, ഇന്ത്യൻ എക്സ്പ്രസിന്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പത്രാധിപരായി വാർത്തകളുടെ വാസ്തവം വെളിപ്പെടുത്തി സത്യം ഭയം കൂടാതെ ലോകത്തിന് വെളിപ്പെടുത്തിയ അരുൺ ശൂരി, ദ ആംഗ്രി ക്രൂസൈഡർ എന്ന് ഇന്ത്യ ടുഡേ മാഗസീൻ വിശേഷിപ്പിച്ച അരുൺ ശൂരി. അരുൺ ശൂരി വിവാഹം ചെയ്തത് അനിത എന്നൊരു പെൺകുട്ടിയെ ആയിരുന്നു. അരുൺ ശൂരി അനിതയെ വിവാഹം ചെയ്ത് ലോകബാങ്കിലെ ജോലിയുമായി അമേരിക്കയിൽ കുടുംബജീവിതം ആരംഭിച്ചു. അവിടെ വെച്ച് അവർക്കൊരു കുഞ്ഞ് പിറക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ആദിത്യ എന്ന പേര്. ജനന സമയത്ത് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിരുന്നില്ല, തൂക്കവും കുറവായിരുന്നു. അപകടനില തരണം ചെയ്യാൻ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെച്ചു. കുഞ്ഞിന്റെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടിയും കുറഞ്ഞും ഇരുന്നു. ഒരു ദിവസം ആദിത്യ എന്ന കൊച്ചുമകൻ കരഞ്ഞുകൊണ്ട് കിടക്ക വിട്ടെഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ നീലയും വെള്ളയും നിറത്തിൽ ഒരു പാട രൂപപ്പെട്ടു. വലത് കണ്ണ് വിണ്ടുകീറി ഒരു ദ്രാവകം ഒലിച്ചിറങ്ങി. ആദിത്യയ്ക്ക് സെറിബ്രൽ പാൾസിയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അമേരിക്കയിലെ ലോകബാങ്കിലെ വലിയ ഉദ്യോഗം ഉപേക്ഷിച്ച് അരുൺ ശൂരിയും കുടുംബവും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അസുഖം ബാധിച്ച കുഞ്ഞുമായി അവർ ആശുപത്രികളെല്ലാം കയറിയിറങ്ങി. ആദിത്യയ്ക്ക് നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ കഴിയാതെയായി. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കുഞ്ഞായി വീൽ ചെയറിലിരുന്ന് ആദിത്യ വളർന്നു. അവൻ ചിരിച്ചാൽ അതൊരു വികൃത ശബ്ദമായി 3 വീടുകൾക്കപ്പുറം കേൾക്കും. പൂർണ്ണമായി വീൽ ചെയറിൽ ഒതുങ്ങിയ ആദിത്യ. അരുൺ ശൂരിയും ഭാര്യ അനിതയും ജീവിതം മുഴുവൻ മകൻ ആദിത്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇതിനിടയിൽ അരുൺ ശൂരിയുടെ ഭാര്യ അനിത ഒരു വാഹനാപകടത്തിൽപ്പെട്ടു. ജീവൻ നഷ്ടമായില്ല എങ്കിലും ഈ അപകടത്തിനു ശേഷം അനിത കടുത്ത പാർക്കിൻസൺസ് രോഗം ബാധിച്ച് പ്രതിസന്ധിയിലായി. അങ്ങനെ ഭാര്യ അനിതയും വീൽ ചെയറിലായി. വീൽ ചെയറിലും കിടക്കയിലുമായി ജീവിക്കുന്ന 2 മനുഷ്യരുടെ നടുവിൽ അരുൺ ശൂരി പലപ്പോഴും തനിച്ചായി. ഭാര്യയെയും മകനെയും പരിചരിച്ചുകൊണ്ട് അരുൺ ശൂരി തന്റെ ഗവേഷണങ്ങളും എഴുത്തുകളും തുടർന്നു. ആഴവും പരപ്പുമുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പങ്കിടുന്ന 25-ലധികം പുസ്തകങ്ങൾ രചിച്ചു. വിധിയും വേദനയും കൊണ്ട് ഏകാകിയും വിഷാദിയുമായ അരുൺ ശൂരി ധ്യാനനിരതനായ ഒരു യോഗിയെപ്പോലെ കർമ്മ നിരതമാകുന്ന കാഴ്ച അദ്ദേഹത്തെ അടുത്ത് അറിഞ്ഞവർക്ക് കണ്ണു നിറയിച്ചു. എല്ലാ വർഷവും ഒക്ടോബർ മാസം 2-ാമത്തെ ഞായറാഴ്ച ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും പാലിയേറ്റീവ് കെയർ രോഗികൾക്കുമുള്ള ഞായറാഴ്ചയാണ്. ബലഹീനരോട് ആദരവും കരുതലും അരക്കിട്ട് ഉറപ്പാക്കേണ്ട ദിവസം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ആഴ്ച പോലും നമ്മുടെ നിയമസഭയിൽ പോലും പൊക്കം കുറഞ്ഞതിൻ്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ പരിഹാസത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. പൊക്കക്കുറവ്, ആരോഗ്യക്കുറവ്,
നിറം കുറഞ്ഞതിൻ്റെ പേരിൽ, സ്ത്രീ ആയതിൻ്റെ പേരിൽ, രോഗം ബാധിച്ചതിൻ്റെ പേരിൽ, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ആരൊക്കെയോ വെല്ലുവിളികൾ നേരിടുന്ന, പരിഹസിക്കപ്പെടുന്ന ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. അത്രമേൽ നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട ഈ കെട്ടകാലത്ത് ശാരീരിക മാനസിക അവസ്ഥകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസം, ചില പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് വേണ്ടി ഒരു ദിവസം, അപമാനിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ദിവസം, അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ദിവസം. 11 വയസ്സിനിടയിൽ 20 തവണയെങ്കിലും അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങിയ ആദിത്യ സുരേഷിനെ നമ്മളാരും മറക്കാൻ സാധ്യതയില്ല. ആദിത്യ സുരേഷ് പാടിയൊരു പാട്ട് വൈറലായി ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ആദിത്യ സുരേഷ് തൻ്റെ പരിമിതികളുള്ള വെല്ലുവിളിക്കപ്പെടുന്ന ശരീരവുമായി മനോഹരമായ ആ പാട്ട് പാടി. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ പൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ പൂജയോ തന്നിശ്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ബലഹീനരോട് പക്ഷം പുലർത്തിയ ഭാവമാണ് നമ്മുടെ ക്രിസ്തുവിൻ്റേത്. ആരെല്ലാം അവഗണിക്കപ്പെട്ടുവോ, ആൾക്കൂട്ടത്തിൽ ആരെല്ലാം ഒറ്റപ്പെട്ടു പോയോ, ആരെല്ലാം വേദനയിൽ മാറി നിൽക്കേണ്ടി വന്നോ, അവരെ തേടി ചെന്ന ക്രിസ്തു, അവരെ സ്പർശിച്ച ക്രിസ്തുനാഥൻ, ശാരീരികമായി കുഷ്ഠം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും നെഞ്ചോട് ചേർത്ത ക്രിസ്തു, ആ ക്രിസ്തുവാണ് നമ്മുടെ മുൻപിൽ ഉത്തമമായ മാതൃക. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന പാലിയേറ്റീവ് കെയർ രോഗികളോടുള്ള അനുഭാവം വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ശുശ്രൂഷാ സൂചനകളിലൂടെ നമുക്ക് ഏറ്റെടുക്കാം. 1, ഇന്നത്തെ പഴയ നിയമ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ശുശ്രൂഷ എന്നത് ദൈവിക ദയയുടെ തുടർച്ചയുണ്ടാകണം എന്നാണ്. ലെറ്റ് ദ റേഡിയൻസ് ഓഫ് ഡിവൈൻ മെർസി നെവർ ഡിപ്പാർട്ട് ഫ്രം us. ദൈവിക ദയയുടെ തുടർച്ച നമ്മളിലൂടെ ഉണ്ടാകണം. ദാവീദോ തന്റെ പിതാവോ സഹോദരങ്ങളോ ഒന്നും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത സ്ഥാനത്തേക്ക് ദൈവം ദാവീദിനെ ഉയർത്തി. ദാവീദ് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ദാവീദിനെ ദൈവം ഉയർത്തി, രാജാവാക്കി, ശത്രുക്കളെ നീക്കി സിംഹാസനം ഉറപ്പിച്ചു. ഈ ഉയർച്ചയ്ക്കും സ്ഥാനമാനങ്ങൾക്കും സിംഹാസനത്തിനും ദാവീദിന് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ ദയ മാത്രമാണ് കാരണം. എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്തവനാണ് ദാവീദ്, എങ്കിലും ദൈവത്തിന്റെ ദയ ദാവീദിനെ പിന്തുടർന്നു എന്നതാണ് ചരിത്രം. നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഉയർച്ചയാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, പദവികളാകട്ടെ, നമ്മുടെ ആരുടെയും മെറിറ്റിന്റെ ഫലമല്ല, നമ്മുടെ ജീവിത നന്മകൾ കാരണമല്ല, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രതിഫലനമല്ല നാം അനുഭവിക്കുന്ന സ്ഥാനങ്ങളും ഉയർച്ചയും പദവികളും. ദാവീദ് അനുഭവിച്ചറിഞ്ഞതുപോലെ ദൈവത്തിന്റെ ദയയാണ്. അർഹതയില്ലാത്തത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഈ ബോധം ദാവീദിൽ ഉണ്ടായപ്പോഴാണ് മെഫീബോശത്തിനെ അന്വേഷിച്ച് ഇറങ്ങിയത്, ആദരിക്കാനും കരുതാനും ദൈവിക ദയ പങ്കിടാനും. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം ദാവീദ് ചോദിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? 2 കാലും മുടന്തനായിട്ട് ശാരീരികമായി പരിമിതി നേരിടുന്ന യോനാഥാന് ഒരു മകനുണ്ട്. യോനാഥാന്റെ മകൻ മെഫീബോശേത്ത്, മാഖീരിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ച മെഫീബോശേത്ത്. ഇവിടെ ദൈവത്തിന്റെ ദയയ്ക്ക് ദാവീദിലൂടെ ഒരു തുടർച്ച ഉണ്ടാവുകയാണ്. ദൈവത്തിൽ നിന്ന് ദാവീദ് അനുഭവിച്ച ദയ ദാവീദ് മെഫീബോശേത്തിലേക്ക് പങ്കിടുകയാണ്. ദയ തുടരുന്ന ഒരു ദൈവനിയോഗമായി മാറി എന്നതാണ് ചരിത്രം. മെഫീബോശേത്തിനെ ദാവീദ് തന്റെ ഭവനത്തിന്റെ കേന്ദ്ര ഇടമായ രാജാവിന്റെ അരമനയുടെ കേന്ദ്ര സ്ഥലമായ തീൻമേശയിലേക്ക് കൈക്കൊണ്ടതുപോലെ സഭ ഒരു കരുതൽ സമൂഹമായി ദൈവിക ദയ തുടരുന്നൊരിടമായി സഭയ്ക്ക് മാറാൻ കഴിയണം. ജീവിതത്തിന്റെ മുറിവുകളും ബലഹീനതകളും തിരിച്ചടികളും പരിമിതികളും സംഭവിക്കുമ്പോഴെല്ലാം
ലോകത്തെ സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച ബീഥോവനെ നമ്മൾ ഓർക്കണം. ബീഥോവൻ, സംഗീതത്തിന്റെ സിംഫണികൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ബീഥോവൻ, ഒരു 40 വയസ്സാകുമ്പോഴേക്കും ബീഥോവന് തന്റെ കേൾവി ശക്തി ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. ബീഥോവന്റെ ഏറ്റവും പ്രസിദ്ധമായ 9th സിംഫണി ഒരു വലിയ സദസ്സിന്റെ മുൻപിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ബീഥോവൻ നമ്മെ എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ബീഥോവൻ 9th സിംഫണി സംഗീതം അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേട്ടിരുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി ആർപ്പ് വിളിച്ചു. എന്നാൽ ഈ ജനത്തിന്റെ പ്രതികരണം തിരിച്ചറിയാനാകാതെ പൂർണ്ണമായി കേൾവി നഷ്ടപ്പെട്ട് തന്റെ സംഗീതാസ്വാദകർക്ക് പകർന്നു നൽകിയ അന്തരീക്ഷത്തെ, അനുഭവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ബീഥോവൻ ആളുകളുടെ പ്രതികരണമെന്ന് മനസ്സിലാക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ സ്റ്റേജിലേക്ക് കയറി ബീഥോവനെ കൈപിടിച്ച് ആളുകൾക്ക് അഭിമുഖമായി നിർത്തുകയാണ്. ആളുകൾ നിർത്താതെ കരങ്ങൾ അടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും ബീഥോവൻ കാണുകയാണ്. ബീഥോവൻ അന്ന് ആദ്യമായി സദസ്സിന്റെ മുൻപിൽ, കാണികൾക്ക് മുൻപിൽ, ശ്രോതാക്കൾക്ക് മുൻപിൽ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഏങ്ങി കരഞ്ഞു. ആർത്തലച്ച സാഗരം പോലെ ആളുകൾ തന്നെ സ്നേഹിക്കുന്നത് കണ്ട് ബീഥോവൻ പൊട്ടിക്കരഞ്ഞു. ദൈവീക ദയയുടെ തുടർച്ചയുണ്ടാകണം. ഈ ദിനം അരക്കിട്ട് ഉറപ്പിക്കേണ്ട അടിസ്ഥാന ആശയം, നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദയ, നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യം, നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. 2, ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം എന്നാണ്. ലെറ്റ് മെർസി വാച്ച് ഓവർ ടു ദ വീക്ക് ആൻഡ് വെയറി. ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം. ശൗലിന്റെ മേൽ വിജയം നേടിയ ദാവീദ് ആ വിജയലഹരിയിൽ, വിജയാഹ്ലാദത്തിന്റെ ഉന്മാദത്തിൽ മതിമറക്കുന്നില്ല. വിജയം നേടി നിൽക്കുകയാണ്. പക്ഷേ ശൗൽ ആ വിജയത്തിൽ ഒന്നും മറക്കുന്നില്ല. വിജയിച്ചു നിൽക്കുമ്പോഴും ശൗൽ തേടി ഇറങ്ങിയത് തോൽപ്പിക്കപ്പെട്ടവരെയാണ്. വിജയിച്ചു നിൽക്കുന്ന ദാവീദ് തോറ്റവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങാനുള്ള സന്മനസ് കാണിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ ദാവീദ് കണ്ടെത്തുന്നത് തോറ്റുപോയ, മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ച, 2 കാലും മുടന്തിയ, ഒരു ബാധ്യതയായി തീരാൻ സാധ്യതയുള്ള മെഫീബോശെത്തിനെയാണ്. ദാവീദിന്റെ അന്വേഷണത്തിന്റെ അനന്തരഫലം ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടായി എന്നതാണ്. ദാവീദ് പുലർത്തിയ ക്രിസ്തുബോധമാണ് ഇവിടെ വെളിപ്പെട്ടത്. ഭയപ്പെട്ടിരുന്ന, തോറ്റുപോയ, തിരസ്കരിക്കപ്പെട്ട, കാണാതെ പോയ, അനാഥമായ മെഫീബോശെത്തിനെ തേടിയിറങ്ങിയ ദാവീദ് ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം എന്ന വിലയേറിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവർക്ക് രക്ഷയാകുന്ന ദൈവം. ബലഹീനമായതിൽ ശ്രദ്ധയുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവിക രക്ഷണ്യ പദ്ധതി പുരോഗമിക്കുന്നതും പ്രവൃത്തിപഥത്തിൽ എത്തുന്നതും. ഇന്ന് ലേഖനപാഠമായി വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. എല്ലായിടവും സഞ്ചാരം തുടരുന്ന പത്രോസ് ലുത്തയിൽ 8 വർഷമായി പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരുന്ന അയനയാസിനെ ശ്രദ്ധിക്കാൻ മറന്നില്ല. അയനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. ശക്തിഹീനരിൽ സജീവ ശ്രദ്ധ പുലർത്തിയ പത്രോസ് പ്രകടമാക്കുന്നതും ക്രിസ്തുവിന്റെ ഭാവം തന്നെയാണ്. ഇന്ന് സുവിശേഷമായി നാം ശ്രദ്ധിച്ച മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. പള്ളിയിൽ ആയിരുന്നിട്ടും പ്രകാശം മങ്ങിപ്പോയ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു വിളിച്ചു, നടുവിൽ എഴുന്നേറ്റ് നിൽക്ക. പള്ളിയിലാണ് ആയിരിക്കുന്നതെങ്കിലും വെട്ടം മങ്ങിപ്പോയ മനുഷ്യൻ ഓരങ്ങളിലും അതിരുകളിലും ആരും കാണാത്ത ഇടങ്ങളിലും ഒതുങ്ങിക്കൂടേണ്ടവനല്ല നീ, നടുവിൽ നിൽക്ക. ഇതാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി, നടുവിൽ നിൽക്ക. ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം എന്നത് തന്നെയാണ് ക്രിസ്തു നൽകുന്ന പാഠവും പ്രവർത്തനവും. സഭാ ശുശ്രൂഷ രംഗത്ത് വ്യക്തിപരമായി സംതൃപ്തിയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, അസംതൃപ്തി ഉണ്ടാകാറുണ്ട്. അനുഭവങ്ങൾ മാറി മറിയുന്ന ഒരു മേഖലയാണ് സഭാ ശുശ്രൂഷ രംഗം. എന്നാൽ എനിക്ക് വ്യക്തിപരമായി സംതൃപ്തിയും സന്തോഷവും തോന്നിയിട്ടുള്ള ഒരു ശുശ്രൂഷ ഈ തിരുവത്താഴ വിഭവങ്ങൾ, തിരുമേശ വിഭവങ്ങൾ വീടുകളിൽ എത്തിക്കുക എന്നതാണ്. ഒരുപക്ഷെ ഈ സഭയിലും എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി തോന്നിയ ഒരു അനുഭവമാണ് ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും കിടപ്പിലായതുകൊണ്ട്, ശരീരം ബലഹീനമായതുകൊണ്ട് ഈ തിരുമേശ അനുഭവം അന്യമായി പോയവർക്ക് എത്തിച്ചു നൽകുക എന്നതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു ശുശ്രൂഷ. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഏതാണ്ട് 8 വീടുകളിൽ തിരുമേശ അനുഭവം എത്തിക്കാനായി. എല്ലാ മാസത്തിൻ്റെയും ആദ്യ ഞായറാഴ്ച ദിവസം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം ബലഹീന അനുഭവങ്ങൾ കാരണം, ശാരീരിക മാനസിക വെല്ലുവിളികൾ കാരണം, കിടപ്പിലായത് കാരണം ഇനിയും ആർക്കെങ്കിലും തിരുമേശ അനുഭവം അന്യപ്പെട്ട് പോയി എന്ന് തോന്നിയാൽ
പറയാൻ മടിക്കരുത്. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ബലഹീനതയിൽ, നിങ്ങളുടെ കിടക്കയിൽ, നിങ്ങളുടെ ക്ലേശങ്ങളിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പ്രവൃത്തിയിലൂടെ പറയാൻ പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ അനാരോഗ്യത്തിലും, നിങ്ങളുടെ പരിമിതിയിലും, നിങ്ങളുടെ വെല്ലുവിളിയിലും, നിങ്ങളുടെ ക്ലേശങ്ങളിലും സഭ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ബലഹീനതയിൽ, അനാരോഗ്യത്തിൽ സഭ ഒപ്പമുണ്ട്. ശക്തിഹീനരെ ശ്രദ്ധിക്കുക, കരുതുക എന്നല്ലാതെ മറ്റെന്താണ് സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? സഭ എല്ലാ കാലവും ഒരു കരുതൽ സമൂഹമായി തന്നെയാകണം. ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം. സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കുളച്ചൽ കുഷ്ഠരോഗാശുപത്രി സന്ദർശിച്ചതും കഴിയുന്ന സഹായങ്ങൾ, സാന്ത്വനങ്ങൾ നൽകിയതും ശക്തിഹീനരിൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 3, അർഹതയുടെ അവകാശബോധം ഉണ്ടാകണം. ഇതാണ് പഴയ നിയമ പാഠം പകരുന്ന 3ാമത്തെ പാഠം. ലെറ്റ് ദെയർ ബി റൈറ്റ്ഫുൾ സെൻസ് ഓഫ് വർത്ത്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ഇവിടെ ഇതാ 2 കാലും മുടന്തുള്ള മെഫീബോശത്തിനെ 7 പ്രാവശ്യം പേര് ചൊല്ലി വിളിക്കുകയാണ്. ദാവീദ് രാജാവ് പേര് ചൊല്ലി വിളിക്കുന്നു എന്നതിന്റെ അർത്ഥം അത് അടുപ്പത്തിന്റെയും അവകാശബോധത്തിന്റെയും സൂചനയാണ്. പേര് വിളിച്ചതിന് ശേഷം ദാവീദ് 3 കാര്യങ്ങൾ ചെയ്തു. 1, കുറിവാക്യമായി വായിച്ച വാക്യമാണത്. ദാവീദ് പറഞ്ഞു, ഭയപ്പെടേണ്ട. 2 കാലും മുടന്തുള്ള ഒരു മനുഷ്യൻ, പേടിച്ച് മാഖീരിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഉണ്ടായിരുന്ന രാജപ്രൗഢിയും മഹിമയും എല്ലാം നഷ്ടപ്പെട്ട മെഫീബോശേത്ത് മുന്നിൽ നിൽക്കുമ്പോൾ ദാവീദ് പറയുന്നു, നീ പേടിക്കണ്ട. 2ാമത് ദാവീദ് പറയുകയാണ്, പിടിച്ചെടുത്ത പിതൃസ്വത്ത് ശൗലിന്റെ നിലം മടക്കി തരാം. 3ാമത് പറയുന്നു, നിത്യം രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ മെഫീബോശേത്തിന് കൈവരുന്ന ഔദാര്യങ്ങളല്ല, അർഹമായത് തിരികെ ലഭിക്കുകയാണ്. സമൂഹത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കപ്പെടുന്നവരെ നമ്മുടെ ഔദാര്യങ്ങളുടെ പാത്രമാക്കുകയല്ല വേണ്ടത്. അവർക്കുള്ള അവകാശം, അവർക്കുള്ള അവകാശബോധം നൽകുകയാണ് പ്രധാനം. അല്ലറ ചില്ലറ ഔദാര്യങ്ങൾ നൽകി തൃപ്തി അടയുന്നവരാണോ നമ്മൾ? വാരിക്കൂട്ടിയത് വിതരണം ചെയ്ത വ്യക്തിത്വമാണ് ദാവീദ്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ വാക്യം. സക്കായിയുടെ രൂപാന്തരം ശ്രദ്ധേയമാണ്. കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് പങ്കിടാം. ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കാം. കവർന്നെടുത്തതെല്ലാം, വാരിക്കൂട്ടിയതെല്ലാം സക്കായി വിതരണം ചെയ്യുന്നു. ആരുടെയൊക്കെയോ അവകാശങ്ങളാണ്, ആരുടെയൊക്കെയോ അധ്വാനങ്ങളാണ്, ആരുടെയൊക്കെയോ അനുഗ്രഹങ്ങളാണ് സക്കായി കവർന്നെടുത്തത്. ഇതൊക്കെ തിരിച്ചു കൊടുക്കാം, മടക്കി കൊടുക്കാം എന്ന് പറയുന്നിടത്ത് യേശു പറയും, ഇവനും അബ്രഹാമിന്റെ മകൻ. ഇനി ഈ വീട് ശാപത്തിന്റെ വീടല്ല, ഇനി ഈ വീട് ശിക്ഷയുടെ വീടല്ല, ഈ വീട്ടിന് രക്ഷ കൈവന്നിരിക്കുകയാണ്. രക്ഷകനെ കണ്ടെത്തിയ വീടായി സക്കായിയുടെ വീട് മാറുകയാണ്. മെഫീബോശേത്തിനെ ഒറ്റ ദിവസം കൊണ്ട് മെഫീബോശേത്തിന് തന്റെ ശരീര സ്വാധീനവും രാജപദവിയും പിതാവും വലിയച്ഛനും എല്ലാം നഷ്ടമായി. നഷ്ടങ്ങളുടെ പെരുമഴ നനഞ്ഞവനാണ് മെഫീബോശേത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്, സങ്കടത്തോടെ മെഫീബോശേത്ത് സ്വയം വിളിച്ചത് അടിയൻ, മരണയോഗ്യൻ, ചത്ത നായി എന്നൊക്കെയാണ്. അത്രയും സങ്കടത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് അർഹതപ്പെട്ട അവകാശബോധം തിരികെ നൽകുന്നത് ദാവീദാണ്. ചത്ത നായി ചൈതന്യമുള്ള രാജകുമാരനായി മാറി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അർഹതയുടെ അവകാശബോധത്തിന്റെ വെളിച്ചം പരക്കട്ടെ. ഈ ചിന്തകൾ ഉപസംഹരിക്കുമ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ക്രിസ്തു നടത്തിയ ചില ഉപമകളുണ്ട്, പ്രസ്താവനകളുണ്ട്. ക്രിസ്തു വിളംബരം ചെയ്ത ദൈവരാജ്യത്തിൽ ദരിദ്രർ, അംഗഹീനർ, മുടന്തർ, കുരുടർ തുടങ്ങിയ ബലഹീനർ യോഗ്യതകൾ നോക്കാതെ സ്വീകരിക്കപ്പെടുകയാണ്. യോഗ്യർ, കഴിവുള്ളവർ, മിടുക്കർ, കയ്യൂപ്പുള്ളവർ എന്ന് കരുതിയവർ കഴിവുകൾ പറഞ്ഞ് ദൈവരാജ്യ സമൂഹത്തിൽ നിന്ന് അന്യപ്പെടുന്നു. ബലഹീനർക്ക് ദൈവവിളിയോട് കഴിവൊന്നും പറയാനില്ല. ബലഹീനർക്ക് പറയാനുള്ളത് തങ്ങളുടെ കുറവുകളാണ്. ദൈവരാജ്യത്തിൽ ഇത്തരം കുറവുകളെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നതാണ് സത്വാർത്ത. ഇതാണ് സുവിശേഷം. ഒരു ക്ലാസിക് ഉദാഹരണമുണ്ട്, ലാസറാണ്. ധനവാന്റെ മേശയുടെ അടിയിലും ഗേറ്റിന്റെ വെളിയിലും മാത്രം ഇടം ലഭിച്ച ലാസറിന്, ശാരീരിക മാനസിക വെല്ലുവിളി നേരിട്ട ലാസറിന് ദൈവരാജ്യത്തിൽ പിതാവായ അബ്രഹാമിന്റെ മടിയിലാണ് ഇടം കിട്ടുന്നത്. ശാരീരിക മാനസിക പരിമിതികളുടെ പേരിൽ, മിടുക്കും മികവും കുറഞ്ഞതിന്റെ പേരിൽ ഇടം നിഷേധിച്ചാൽ ദൈവരാജ്യത്തിൽ മുന്തിയ ഇടം നൽകി മാനിക്കപ്പെടും എന്ന് സാരം. ഭിന്നശേഷിയുടെ ഭാരം പേറുന്നവരോട്, വൈകല്യങ്ങളാൽ വെല്ലുവിളിക്കപ്പെടുന്നവരോട് നമുക്ക് നിർണായകമായ ചില നിയോഗങ്ങളുണ്ട്. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന 3 ശുശ്രൂഷകളാണ് ചുരുക്കമായി
ഈ വചന ശുശ്രൂഷയിൽ പങ്കിട്ടത്. ഒന്ന്, ദൈവിക ദയയുടെ തുടർച്ചയുണ്ടാകണം. നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം, ദയ, വേദനിക്കുന്ന, ഒറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ പരിസരങ്ങളിൽ പ്രിയപ്പെട്ടവരിലേക്ക് പകരപ്പെടണം. ദൈവത്തിന്റെ ദയയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകണം. രണ്ട്, ശക്തിഹീനരിൽ ശ്രദ്ധയുണ്ടാകണം. അതാണ് നമ്മുടെ നിയോഗം. ബലഹീനരിൽ ശ്രദ്ധ പുലർത്താനാണ് സഭ. മൂന്ന്, അർഹതയുടെ അവകാശബോധം ഉണ്ടാകണം. നാം സഹായിക്കുന്നതും നാം സാന്ത്വനം പകരുന്നതും നാം മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതും നമ്മൾ നൽകുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്കിടയിൽ അനുഗ്രഹീതമായ ഒരു പാട്ടുണ്ട്. ഒരു ഭജൻ പോലെ പാടാവുന്ന ഒരു പാട്ട്, ഒരു മനോഹരമായ പാട്ട്. ആ പാട്ടിൽ നിന്ന് 4 വാക്കുകൾ മാത്രം ഒരു ഭജനായി പാടി ഈ ചിന്തകൾ ഉപസംഹരിക്കട്ടെ. വന്ധ്യനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് ബിഷപ്പ് രചിച്ചൊരു പാട്ടാണ്. ഇത്രയേ ഉള്ളൂ ആ പാട്ട്. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമായ ഒരു പാട്ട്. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ. ആരാണ് ലാസർ? ശാരീരിക പരിമിതി നേരിട്ട ലാസർ, മാനസിക പിരിമുറുക്കം നേരിട്ട ലാസർ, അവഗണിക്കപ്പെട്ട ലാസർ, ജീവിതത്തിന്റെ വ്യതകളിൽ സാന്ത്വനം തേടിയ ലാസർ ഈ ഭൂമിയിൽ മാനിക്കപ്പെട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ നിത്യതയിൽ മാനിക്കപ്പെട്ടു. ഈ പാട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം. ഇതാണ് സഭയുടെ ദൗത്യം, സഭ ഏറ്റെടുക്കേണ്ട കരുതൽ. എല്ലാവർക്കും ചേർന്ന് പാടാം. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ.